അങ്ങനെ നമ്മളൊരു ഏകദേശം ഈവനിങ് ഒക്കെ ആയപ്പോൾ പയ്യാമ്പലം ബീച്ചിലെത്തി. പയ്യാമ്പലം ബീച്ചിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവിടേക്ക് എൻ്റർ ചെയ്തപ്പോൾ തന്നെ അവിടെ കുറേ ആൾക്കാർ നമ്മളെ വീഡിയോസ് കണ്ടവരും അതേമാതിരി നമ്മളെ പരിചയമുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ നമ്മളെ അടുത്ത് വന്നിട്ട് നമ്മളെ അടുത്ത് ഒരുപാട് നേരം സംസാരിക്കും ഇതാക്കുകയൊക്കെ ചെയ്തു. പയ്യാമ്പലം ബീച്ചിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ സത്യത്തിൽ നമുക്ക് ഒരു ഭയങ്കര ചടപ്പോടെ നമ്മളിങ്ങനെ മടി ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയി. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവിടെ ആൾക്കാരെല്ലാവരും ഏറെക്കുറെ നമ്മളെ ന്യൂസിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ളവരേനു. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ചെന്നപ്പോൾ നല്ല സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ കുറേ ആൾക്കാർ നമ്മളിടുന്ന് പെർഫ്യൂമൊക്കെ മേടിച്ചു. നമ്മൾ അങ്ങനെ ഈവനിങ് ആയപ്പോൾ അവിടെ നല്ല പരിപാടി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു കോഴിക്കോട് ബീച്ചിൻ്റെ അത്രയ്ക്ക് ഇല്ലെങ്കിൽ പോലും ഒരു ഏറെക്കുറെ ക്രൗഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നല്ല പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് സത്യത്തിൽ നല്ല രസം തന്നെയാണ് അവിടുത്തെ വൈബും. അങ്ങനെ പയ്യാമ്പലം ബീച്ചിലെത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ നൗഷാദ് നമുക്ക് ഇവിടെ സ്റ്റേ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പയ്യന്നൂർ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റിലെ കിഡ്സ് ബേ എന്ന് പറയുന്ന ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അതിൻ്റെ ഓണർ നിഷാദ്ക്ക് അതേമാതിരി തന്നെ നമ്മളെ നൗഷാദ്ക്ക് ഓൾറെഡി നമുക്ക് ഇവിടെ സ്റ്റേ അറേഞ്ച് ചെയ്ത് തരാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 2 ദിവസം എന്തായാലും ഇവിടെ ഇനി പയ്യാമ്പലം ബീച്ചിലുണ്ടാവും. നമുക്ക് കോഴിക്കോട് ബീച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് പയ്യാമ്പലം ബീച്ചിൽ തന്നെ ആയിരുന്നു. അവിടെ ഇതാണ് നമ്മൾ കിഡ്സ് ബേ പറഞ്ഞ പാർക്ക്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ നമുക്ക് നല്ലൊരു സ്വീകരണവും കാര്യങ്ങളൊക്കെ തന്നു വെച്ചാൽ അവർ നമുക്ക് കുട്ടികൾക്ക് 2 ദിവസം അടുപ്പിച്ച് അവിടെ പാർക്കിലൊക്കെ കളിക്കാനും മൊത്തത്തിൽ രണ്ടാൾക്കും ഭയങ്കര ഹാപ്പിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. ഇതാണ് നിഷാദ്ക്ക, അപ്പുറത്തുള്ള നൗഷാദ്ക്ക, അവരൊക്കെയാണ് നമുക്ക് നമ്മൾ കണ്ണൂർ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ടീമുകളാണ്. നമ്മൾ സത്യം പറയാച്ചാൽ നമ്മൾ ഈ ഒരു റൈഡ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു കോഴിക്കോട് ഫസ്റ്റ് എത്തണം, അവിടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ അടുത്തേക്ക് പോകാമെന്നുള്ളൊരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മളെ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ഗൈഡൻസും അതേപോലെ തന്നെ അവർ നമുക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടാണ് ഇപ്പോൾ നമ്മളെ റൈഡ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇത്രയും നല്ലൊരു ഇതിൽ ഫെസിലിറ്റീസിൽ നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റുമെന്നൊന്നും നമ്മൾ ഈ ഒരു റൈഡ് ഇറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് തന്നെ ഉണ്ടായില്ല. കാരണം നമ്മൾ എടുത്തൊരു എഫേർട്ടിന് ഒരു ഇത് കിട്ടണം വെച്ചാൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും അതേപോലെ തന്നെ ഫുഡ് മേടിച്ച് തന്നിട്ടും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ അവർ അവിടെ കുട്ടികളെ പാർക്കിൽ കളിക്കാനൊക്കെ നമുക്ക് മൊത്തത്തിൽ വെച്ചാൽ പയ്യാമ്പലം ബീച്ചിൽ 2 ദിവസം നമ്മൾ നിന്നതിന് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ ആൾക്കാരും നല്ല സപ്പോർട്ടീവ് എന്ന് വെച്ചാൽ നമ്മൾ സൈക്കിളിൽ പോകണിട്ട് ഓൾറെഡി നമ്മൾ അതിനെ കൂടെ പാസ് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ സെയിൽ ചെയ്യാൻ പോയപ്പോഴൊക്കെ കണ്ടിരുന്നു. നമ്മൾ ഒരു വലിയ എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. നമുക്ക് അവിടെ സെയിൽ ചെയ്യാനാണെങ്കിലും അവിടെ താമസിക്കാനാണെങ്കിലും ഒക്കെ ഭയങ്കര ഈസിയായിരുന്നു. ഇത് അവിടുന്ന് നമുക്ക് കല്ലുമ്മക്കായും അതേപോലെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ അതിന് ഈ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കുറച്ച് ഷോപ്പുകളുണ്ട്. ഈ കല്ലുമ്മക്കായൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പൊതുവേ കല്ലുമ്മക്കായ ഇഷ്ടമല്ല. ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അതേപോലെ പാനിപ്പൂരി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ അവിടുന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാഹിൽ ഭയങ്കര പാനിപ്പൂരി ലവറാണ്, അവൻ എവിടെ ചെന്നാലും മേടിച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ അത് അവിടുന്ന് അവനതൊക്കെ മേടിച്ചു കൊടുത്തു. നമ്മൾ ഈ ഒരു സ്പോട്ടിൽ ഇനി നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചാൽ ഇത് തൊട്ടപ്പുറത്ത് തന്നെ ബീച്ചാണ്. ഇത് ഇവിടെ സത്യത്തിൽ ഇവിടെ ഒരു യോഗ ഒക്കെ നടക്കുന്ന ഒരു സ്പോട്ടാണ്. ഇവിടെ വെച്ചിട്ടൊരു യോഗ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ഇതാണ്. നമുക്ക് അവിടെയാണ് ടെൻ്റ് അടിക്കാനുള്ള ഇത് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാൽ അവിടെ നമുക്ക് ബാത്റൂമും ചാർജ് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ ടെൻ്റ് അടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് വേണ്ടത് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം അതേപോലെ തന്നെ നമ്മളെ ഫോണൊക്കെ ചാർജ് ചെയ്യാനുള്ള ഒരു ഇതാണ്. അത് രണ്ടും നമുക്ക് അവിടെ ഉണ്ടായിന്. ആരിനിപ്പോൾ ഉറങ്ങിണീറ്റ് വന്നിക്കാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ നമ്മൾ ഇപ്പോൾ സത്യത്തിൽ ഈ റൈഡ് തുടങ്ങിയിട്ട് കുട്ടികൾ 2 ആളും രാവിലെ എണീക്കാൻ ഒരുപാട് സമയമാവും. അങ്ങനെ നമ്മൾ റൈഡ് പോയി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ പരിപാടി വെച്ചാൽ നമ്മൾ കയാക്കിങ്ങിന് പോകണം എന്നുള്ളത് നമ്മളെ ഒരു പ്ലാൻ. അവിടെ തൊട്ടടുത്ത് തന്നെ കയാക്കിങ്ങിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഇക്കാക്കും ഭയങ്കര ആഗ്രഹമാണ് കയാക്കിങ്. പക്ഷെ അത് സത്യം പറഞ്ഞാൽ അവിടേക്കുള്ള യാത്ര ദുർഘടം എന്ന് പറയാൻ വെച്ചാൽ ഭയങ്കര കുന്നുമറക്കും തന്നെയാണ് മൊത്തത്തിൽ. ഞാനെന്നിട്ട് ഇക്കാരോട് പറയുകയും ചെയ്തു എനിക്ക് കയാക്കിങ് ചെയ്യേണ്ട ആഗ്രഹമാണ് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കുട്ടികളൊക്കെ ലേറ്റായി നീക്കണോണ്ട് തന്നെ അത്യാവശ്യം സമയം എടുത്തിട്ടാണ് നമ്മൾ റൈഡിന് ഇറങ്ങൽ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൈഡിന് ഇറങ്ങിയിട്ട് ഇങ്ങനെ കുന്നും കയറ്റവും ഒക്കെ ആയപ്പോൾ നല്ല പക്ഷേ രസേനി പറ്റണതൊക്കെ ഇങ്ങനെ ചവിട്ടി കയറ്റി ബാക്കിയൊക്കെ നമ്മളങ്ങനെ ഉരുട്ടി കയറ്റി അങ്ങനെ അവസാനം സ്ഥലമെത്തി.
സ്ഥലത്ത് കഴിഞ്ഞപ്പോൾ അവിടെ സത്യത്തിന് നല്ലൊരു ആംബിയൻസാണ്. പക്ഷെ നമ്മൾ എത്തിയ സമയം റൈഡ് ചെയ്ത് നമ്മളവിടെ എത്തിയപ്പോഴത്തേനും 12-12:30 കഴിക്കണം. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവിടെ ആരും കയാക്കിങ് ചെയ്യല്ല, എത്ര മോർണിംഗിലും ഈവനിങ്ങിലും ആ കയാക്കിങ് ചെയ്യാറ്. പിന്നെ നമ്മൾ അത്രയും റൈഡ് ചെയ്ത് അവിടെ എത്തിയല്ലേ. അപ്പോൾ പിന്നെ ഇനി അവർ പറഞ്ഞു നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാൻ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെയിലെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായാലും വന്നില്ല, നമുക്ക് കയാക്കിങ് ചെയ്യാൻ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. വെച്ചാൽ കാഹിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിന്. അപ്പോൾ നമ്മൾ ആര്യനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞതിന്. പിന്നെ അവർ പറഞ്ഞു രണ്ടാളും ഒന്നിച്ച് പോണില്ലാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാനും ഇക്കും ആര്യനും ഒരു ഇതിൽ കയറി. പിന്നെ കാഹിൽ തനിച്ച അവരെ കൂടെ വന്നത്, അവർ ഗൈഡ് നമ്മളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് സത്യം പറയിച്ചൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആ കഷ്ടപ്പെട്ട് സൈക്കിൾ ഓടിച്ച് വന്ന ആ ഒരു ഇത് എനിക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടി വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം നമ്മളതിൻ്റെ ആ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെ തുരുത്തു കൂടെ ഒക്കെ നല്ല രസമായിട്ട് നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ പറ്റും. പേടിക്കാനൊന്നുമില്ല. ഓൾറെഡി നമ്മളെ കൂടെ നമ്മൾ ഗൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞന്ന്. ആര്യന് അവനെന്നെ ഒറ്റക്ക് തുഴഞ്ഞത് ഞാൻ ഫസ്റ്റ് കയറുമ്പോൾ വിചാരിച്ചു എനിക്ക് തുഴഞ്ഞു പോകാൻ വയ്ക്കും, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് കൂളായിട്ട് അത് റൈഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് വീഡിയോസ് കാണുന്ന എല്ലാവരോടും പറയുന്നത് വൺ ടൈം ഇതിപ്പോൾ ഏകദേശം എല്ലായിടത്തും ഉണ്ട്. കണ്ണൂർ, എന്താ ഇപ്പോൾ എറണാകുളത്ത്, അങ്ങനെ ഒരുപാട് സ്പോട്ടിലുണ്ട് ഈ കയാക്കിങ് ചെയ്യുന്ന പരിപാടികൾ. നമുക്കൊരു വീക്കെൻഡൊക്കെ ഒന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇതിപ്പോൾ ഒരു ടീം ഓഫ് ആൾക്കാരൊക്കെ പോകണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല രസമായിരിക്കും. നമുക്ക് ഈ കൂളായിട്ട് പോകാൻ പറ്റും വെച്ചാൽ ഒരുപാട് ആക്ടിവിറ്റി അവിടെ വെച്ചാൽ ഇതിൻ്റെ തുരുത്തിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ വെള്ളത്തിനൊന്നും ഒട്ടും ആയില്ല, നമുക്ക് അവിടെ ഇറങ്ങിക്കൊക്കെ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളൊരു ഈ വീക്കെൻഡൊക്കെ ആസ്വദിക്കാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ബെസ്റ്റ് ഐഡിയ ആണ് കേട്ടോ കയാക്കിങ്. വെച്ചാൽ പറ്റുമെങ്കിൽ എല്ലാവരും രാവിലെ ഈവനിങ്ങോ, ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ടാസ്ക് വെച്ചാൽ നല്ല വെയിലുണ്ടാവും. പിന്നെ നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ നമ്മൾ ആ വെയിലൊക്കെ കൊണ്ട് രസമാക്കി എടുത്തതാണ്. ഓൾറെഡി നമ്മൾ കുറച്ച് ദിവസമായിട്ട് വെയിൽ കൊണ്ട് എനിക്കൊക്കെ ആവശ്യത്തിലേറെ ടാനും കാര്യങ്ങളൊക്കെ വന്നതാണ്. നമ്മളടുത്ത് അവർ പറഞ്ഞു ഈ സമയത്ത് അങ്ങനെ ഇവിടെ ആരും കയാക്കിങ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പോരാ. അപ്പോൾ ഒരു നമ്മളെ കൂടെ അങ്ങനെ പോന്നു, നല്ല രസമായിട്ട് പോന്നു. കയക്കിങ് കഴിഞ്ഞപ്പോൾ നല്ലൊരു കോമഡി ഉണ്ടായി. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നു സത്യത്തിൽ. എന്താ അപ്പോൾ ഇതിന്ന് ഇറങ്ങിയിട്ട് ഇന്നെ ഒറ്റക്ക് അത് ഉന്തി പറഞ്ഞയച്ചു. അതിൽ ഒന്നാ ശ്രമിക്കണതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ വെള്ളത്തിൽ ചാടി, എന്നിട്ട് മുങ്ങിയൊക്കെ ഭയങ്കര സാഹസികമായിട്ടാണ് ഫോണൊക്കെ എടുത്തത്. കാഹിൽ പിന്നെ ഇറങ്ങണില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചെക്കന്മാർ ഓനായിട്ട് ഭയങ്കര കമ്പനിയായി. ഓന് പെഡൽ ചെയ്യണ ബോട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ കയറ്റി ഓനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. ലാസ്റ്റ് ഇക്കാക്ക് ഇടാൻ ഡ്രസ്സില്ല, വെള്ളത്തിൽ മുങ്ങിയിട്ട് മൊത്തം നനഞ്ഞ് അത് പുണക്കാട്ടിക്കാണ്. അപ്പോൾ അവിടെ എല്ലാ ചെക്കന്മാരോടൊന്നൊരു പാൻറ്റ് വാങ്ങിയിട്ട് ഇട്ടിക്കണ്. ഞാനിത് എന്നിട്ട് കൊള്ളണമൊന്നുമില്ല ഇക്കാക്ക്. ഇത് കണ്ട് ഞാൻ കുറേ ചിരിച്ചിക്കണ്. ഒരാവശ്യമില്ലാതെ ചെയ്ത കാര്യമാണ്. എന്തായാലും മൊത്തത്തിൽ കയാക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇത് ഇവിടെ ഒരാൾക്ക് 500 രൂപ വെച്ചിട്ട് നമുക്ക് ടോട്ടൽ 3 പേർക്കും പാടെ ഒരു 1200 രൂപയാണ് നമ്മുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്തത്. ചാർജ് കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷെ എന്നാലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും വൺ ടൈം. അതിൻ്റെ അടുത്ത് തന്നെ അതേപോലെ കോഫിയും ജ്യൂസൊക്കെ കിട്ടുന്ന കട ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയായതുകൊണ്ട് തന്നെ നല്ലൊരു അവിൽ മിൽക്കൊക്കെ കുടിച്ചിട്ട് പിന്നെയും തിരിച്ച് നമ്മളെ റൂമെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ടെൻറ്റിലെത്തി. നമ്മൾ ഓൾറെഡി ടെൻറ്റ് അയച്ചിട്ടുണ്ടായില്ല, നമ്മൾ അവിടെ തന്നെ സ്റ്റേ ആയതുകൊണ്ട് നമ്മൾ ആ ടെൻറ്റ് അവിടെ തന്നെ അങ്ങനെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ഈവനിങ് ആയപ്പോൾ നമ്മൾ കുറച്ച് നേരം അതിനെ കൂടെ ഞാനും കാഹിലൊക്കെ സെയിൽ ചെയ്ത് നടന്ന് നമ്മൾ രാത്രി ആയപ്പോൾ നല്ലൊരു ബർഗറും ജ്യൂസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ അടുത്ത് അങ്ങനെ ദോശ ഇതൊന്നും കിട്ടുന്ന കട ഉണ്ടായിരുന്നു, അതുകൊണ്ട് ബർഗറൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നും നമ്മളെ ഉറക്കം ഇവിടെ ആയിരുന്നു. ഇനിയിപ്പോൾ നൈസ് ഇന്ന് ഇവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് പോകണം. ഇനി അടുത്ത പരിപാടികളും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കേണ്ടത്. എന്തായാലും പയ്യാമ്പലം ബീച്ചിൽ നമ്മൾ 2 ദിവസം ഉണ്ടായിരുന്നു. ആ 2 ദിവസം നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാനൊക്കെ പറ്റിയത്. ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്ത എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. വെച്ചാൽ നമ്മൾ ഈ ഒരു യാത്രയിൽ ഇത്രയും ഒരു സപ്പോർട്ട് നമ്മൾ കിട്ടുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ എന്തായാലും നമുക്കൊരുപാട് സന്തോഷമുണ്ട്. വീഡിയോ നിങ്ങളെല്ലാവരും കാണണം.